ലാസർ രോഗം പിടിച്ചു എന്ന് യേശു കർത്താവിനെ അറിയിച്ചപ്പോൾ യേശു കർത്താവ് പറയുകയാണ്, ഈ ദിനം മരണത്തിനല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടത്രയും. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നമ്മുടെ ദൈവത്തെ വിശ്വസിച്ചിട്ടും നമ്മളെ വിട്ടുപോകാതെ പിന്തുടരുന്നെങ്കിൽ, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോലും അതിനൊരു മാറ്റമില്ലെങ്കിൽ, നമ്മളതിനു വേണ്ടി ഉപവസിച്ചിട്ട് അതിന് മാറ്റമില്ലെങ്കിൽ, നമ്മളതിന് വിഷയത്തിൽ അനേക ദൈവദാസന്മാരോടും ദൈവമക്കളോടും പറഞ്ഞിട്ട് മാറ്റമില്ലെങ്കിൽ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്താ ചോദിച്ചാൽ, ഈ പ്രശ്നം ഇത് നാശത്തിനുള്ളതല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ തലമുറയുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരാതിരിക്കുന്നത്. എന്നാൽ ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ മാർത്തയും മറിയും 4 ദിവസമായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കരച്ചിലിനൊരു വ്യത്യാസമില്ല. എന്നാൽ യേശു കർത്താവ് അവിടെ ആ സ്ഥലത്തെത്തിയപ്പോൾ, ആ ഗ്രാമത്തിലെത്തിയെന്ന് അവരറിഞ്ഞപ്പോൾ, മാർത്തയും മറിയും തൻ്റെ സഹോദരനെ ചൊല്ലി വിലാപിക്കുന്നതിൻ്റെ ഇടയിൽ യേശു ക്രിസ്തു വന്നു എന്നറിഞ്ഞപ്പോൾ യേശുവിനെ എതിരേൽക്കാൻ വേണ്ടി പോയി. ആ കുടുംബവും യേശുവുമായിട്ട് ഭയങ്കര ബന്ധമുള്ളതായിരുന്നു. കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ല. കാരണം കർത്താവ് അവൻ്റെ മാരക രോഗത്തെ യേശുവിനെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് അവൾക്ക് വിശ്വാസമുണ്ട്. ഞാൻ പറയട്ടെ, കർത്താവ് നിങ്ങളുടെ കൂടെ ഇപ്പോഴുണ്ടെങ്കിൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരം വരാൻ പോവുകയാണ്. മാർത്ത പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇല്ലാത്തോടെ സംഭവിച്ചത്, ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ മരിക്കുകയില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ ആശ്രയിച്ച് അനുഗമിക്കുന്ന ദൈവമക്കളെ, യേശു നിങ്ങളുടെ കൂടെയുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള അനർത്ഥങ്ങളും അപകടങ്ങളും വരുമെന്ന് നിനക്കേണ്ട. അതെല്ലാം യേശു കർത്താവ് നീക്കുപോക്ക് കൽപ്പിച്ചിട്ടുണ്ട്. നിൻ്റെ ഏത് പ്രതിസന്ധിയാണെങ്കിലും നീ ഭാരപ്പെടേണ്ട. യേശു നിൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസമുണ്ടോ, നിൻ്റെ ഈ പ്രശ്നം നിന്നെ തകർത്ത് കളയില്ല, നിന്നെ നശിപ്പിക്കത്തില്ല, നിന്നെ അപമാനിക്കപ്പെടത്തില്ല. ഈ പ്രതിസന്ധിയും പ്രതികൂലം നിന്നെ ജയിക്കത്തില്ല. നീ അതിനെ ജയിക്കാൻ പോവുകയാണ്. യേശു കർത്താവ് അവിടെ നിന്ന് ചോദിച്ചു, ഇവർ പ്രയാസം കണ്ട് കരയുന്നു കണ്ടപ്പോൾ കുറേ യഹൂദന്മാരും വന്നിട്ട് പറഞ്ഞു, നീ എത്രയോ രോഗികളെ സൗഖ്യമാക്കിയില്ലേ, ഇവരെയും മരിക്കാതാക്കിക്കൂടെ എന്ന് ചോദിച്ച ചോദ്യത്തിന് മുമ്പിൽ കർത്താവ് പറഞ്ഞു, അവനെ എവിടെ വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ മാർത്ത പറയും, വന്ന് കാണുക കർത്താവ് എന്ന് പറഞ്ഞാൽ കല്ലറയിലേക്ക് കൂട്ടിയിട്ട് പോയി. കല്ലറയിൽ നോക്കിയപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, കല്ലൊന്ന് ഉരുട്ടി മാറ്റണം പറഞ്ഞു. മാർത്ത പറയണം, കർത്താവ് 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങിയിട്ട്, ഇന്നല്ല 4 ദിവസമായി ആ ബോഡിയൊക്കെ അത് ചികർണിച്ച് വീർത്ത് പൊട്ടിയിട്ടുണ്ടാകും, ഇനിയൊരു പ്രയോജനമില്ല അതിനെക്കൊണ്ട്, നാറ്റം വെച്ച് തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞു. യേശു കർത്താവ് അവളോട് പറഞ്ഞ ഒറ്റ കാര്യം, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് പറയാനുള്ളത്. എന്താണ് മഹത്വം? യേശു ക്രിസ്തുവിന് നാറ്റം വെച്ചതിനും ശരീരം ചീഞ്ഞു പോയാലും യേശു ക്രിസ്തു ഒരു വാക്കു പറഞ്ഞാൽ അത് പഴയതുപോലെയായി മാറി, ജീവനുള്ളവനായി മാറി, അത് മരിച്ചവൻ്റെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വരുവാനിടയെത്തിരും. കർത്താവ് വിശ്വസിച്ച നീ ദൈവത്തിൻ്റെ മഹത്വം കാണുന്ന പറഞ്ഞത്. അവൾ കർത്താവെ ഞാൻ വിശ്വസിക്കുമെന്ന് പറയുവാനിടയായി തീർന്നത്. അപ്പോൾ യേശു കർത്താവ് കല്ലുരുട്ടി നിൽക്കാൻ പറഞ്ഞു. യേശു ഉടനെ സ്വർഗത്തിലേക്ക് നോക്കി പിതാവിനോട് അപേക്ഷിച്ച ശേഷം, പിതാവേ, നിൻ്റെ അപേക്ഷ കേൾക്കുമെന്ന് പറഞ്ഞ ശേഷം അവൻ ലാസറെ പുറത്തു വരിക എന്ന് കല്ലറ വാതിൽക്കെന്ന് പറഞ്ഞപ്പോൾ റൂബാല കൊണ്ട് ചുറ്റിയ ലാസർ പുറത്തു വന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നിൻ്റെ ഏത് പ്രശ്നങ്ങളായാലും ഏത് പ്രതികൂലങ്ങളായാലും ശത്രു നിന്നെ അടക്കി വാണുകൊണ്ടിരിക്കുമ്പോൾ, നിൻ്റെ വിഷയങ്ങൾക്കൊരു മറുപടി കിട്ടാതിരിക്കുമ്പോൾ, ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ലാസറെ നാറ്റം വെച്ചവനെ പുറത്തു കൊണ്ടുവന്ന ദൈവശക്തി നിൻ്റെയും നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും നാശമായ ക്രൂപത്തിൽ നിന്നും നാശക്കെടുതികളിൽ നിന്നും, അത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും, തകർച്ചയിൽ നിന്നും, മരണഘട്ടങ്ങളിൽ നിന്നും, രോഗക്കിടക്കയിൽ നിന്നും
അവൻ നിന്നെ കയറ്റി എന്നെല്ലാം ഒരു പൂർണ്ണ സൗഖ്യം കൊടുത്ത് കർത്താവ് നിന്നെ ആള് മാറിയവനെ പോലെ, നിൻ്റെ കുടുംബത്തെ വ്യക്തികളെ മാറിയവരെ പോലെ ആക്കുമെന്ന് ഞാൻ വ്യക്തമായി വിളിച്ചു പറയട്ടോ. അതുകൊണ്ട് കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ.